Hello, my dear 7th class students. Today we are going to learn Fool or Kanta. Third lesson ആണ്. This poem is written by അയോധ്യായ് സിംഗ് ഉപാധ്യായ്. ലേഖക പരിചയം നമുക്ക് ലാസ്റ്റിൽ നോക്കാം. ഫസ്റ്റ് പോയം എന്താന്ന് നോക്കാം. Fool means flowers, Kanta means thorns. So now let's see the explanation. ഹേ ജനം ലേത്തെ ജഗ മേ ഏക് ഹി. ഒരേ സ്ഥലത്ത് ജനിക്കുന്ന ഈ രണ്ട് സാധനങ്ങൾ, ഫൂൾ ഓർ കാണ്ട. ഒരേ സ്ഥലത്താണല്ലോ, ഒരേ പ്ലാന്റിലല്ലേ. ഏക് ഹി പൗധ ഉൻഹെ പാൽത്ത. ഒരേ പ്ലാന്റ് ആണ് അവരെ രണ്ടുപേരെയും വളർത്തുന്നത്. പാൽത്ത മീൻസ് വളർത്തുക, പൗധ പ്ലാന്റ്സിന് പറയുന്നതാണ്. ജനം ലേത്തെ ജനിക്കുക, ജഗമേ ഒരേ സ്ഥലത്ത്. അപ്പോൾ ഇവിടെ കവി എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ, ഒരേ പ്ലാന്റിൽ ജനിക്കുന്ന ഫ്ലവറും നല്ല സ്മെല്ലൊക്കെ ഉള്ള നല്ല ഫ്ലവറും, കാണാൻ ഭംഗിയുള്ള ഫ്ലവറും, അതേപോലെ കയ്യിൽ കുത്തിയാൽ നമുക്ക് ചോര വരുമല്ലോ, അതേപോലെ വേദനിപ്പിക്കുന്ന ഒരു കാണ്ട, തോൺ, അത് രണ്ടും ഉണ്ടാവുന്നത് ഒരേ പ്ലാന്റിൽ നിന്നാണ്. രാത് മേ ഉൻ പർ ചമക്ത ചാന്ദ് ഭി. രാത്രിയിൽ വീഴുന്ന ആ മൂൺ ലൈറ്റ് ഉണ്ടല്ലോ, അതും ഒരേപോലെയാണ് രണ്ടിലും വീഴുന്നത്. ഫ്ലവറായാലും തോണായാലും അതിൽ രണ്ടിലും ഒരേപോലെ വീഴുന്നു. ഏക് ഹി സി ചാന്ദിനി ഹെ ഡാൽത്ത. അവരുടെ ആ മൂൺ ലൈറ്റ് ഒരേപോലെ രണ്ടിലും വീഴ്ത്തുന്നു മീൻസ് ഡാൽന. രാത് മേ രാത്രി ചമക്ത ചാന്ത്, ഇങ്ങനെ തിളങ്ങുന്ന ചാന്ത്, മൂൺ. ഏക് ഹി സി ഒരേപോലെ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഫൂളായാലും കാണ്ട ആയാലും രണ്ടിനെയും ഒരേ സിറ്റുവേഷൻസാണ്, ഒരേ അറ്റ്മോസ്ഫിയറിലാണ് രണ്ടുപേരും വളർന്നത്. മെഹ് ഉൻ പർ ഹെ ബർസാത്ത ഏക് സാ, ഏക് സി ഉൻ പർ ഹവായേ ഹെ ബഹി. മേഘ മീൻസ് മേഘങ്ങൾ. ക്ലൗഡ്സിൽ നിന്ന് വരുന്ന ആ റെയിന് രണ്ടിൻ്റെ മുകളിലും ഒരേപോലെയാണ് വീഴുന്നത്. ഇപ്പോൾ ഫ്ലവർ ആയാലും വേണ്ടില്ല, മുള്ളായാലും വേണ്ടില്ല, രണ്ടിൻ്റെ മുകളിലും ഒരേപോലെയാണല്ലോ വീഴുന്നത്. മേഘ ഉൻ പർ, മേഘ ഉൻ പർ, ബർസാത്ത, ബർസാത്ത എന്ന് പറഞ്ഞാൽ പെയ്യുന്നതന്നെയാണ്, മഴ പെയ്യുന്നതന്നെ. ഏക് സ ഒരുപോലെ. ഏക് സി ഉൻ പർ ഹവായേ ഹെ ബഹി. ഈ കാറ്റ് വീശുമ്പോഴോ, ഹവായേ കാറ്റ് വീശുമ്പോഴും ഒരേപോലെയാണ് രണ്ടിൻ്റെ മുകളിലും കൊള്ളുന്നത്. ബഹി മീൻസ് ബഹന. पर सदा ही यह दिखता है हमें, ढंग उनके एक से होते नहीं. പക്ഷെ എപ്പോഴും നമ്മൾ എന്താ കാണുന്നത്, അവരുടെ ആ രീതി ഉണ്ടല്ലോ, അത് ഒരുപോലെയല്ല. ഏതിൻ്റെ, ഫ്ലവറിൻ്റെയും മുള്ളിൻ്റെയും രീതികൾ ഒരുപോലെയല്ല. പർ സദാഹി, പർ പക്ഷേ, സദാഹി എപ്പോഴും, ദിഖ്ത ഹെ ഹമേ നമ്മൾ കാണാറുണ്ട്, ദിഖ്ന കാണുക, ഢങ് ഉൻകെ അതായത് അവരുടെ രീതികൾ, ഏക് സെ ഹോത്തെ നഹി ഒരേപോലെ അല്ല. ഛേദ് കർ കാണ്ട കിസി കി ഉംഗ്ലിയാ. മുള്ളാണെങ്കിലോ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കുത്തി ഓട്ടയാകും. ഛേദ് മീൻസ് ഓട്ട, കാണ്ട മുള്ള്, ഉംഗ്ലിയ വിരലുകൾ. ആരെങ്കിലും വിരൽ നമ്മൾ തൊടാൻ പോയാൽ അപ്പോൾ അതിൽ ഓട്ടയാവും, എന്നിട്ട് ചോര വരും അല്ലേ. കിസിക്ക് ആരുടെയെങ്കിലും. ഫാഡ് ദേത്ത ഹെ കിസി കവർ ബസൻ, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അതുപോലും ചിലപ്പോൾ കീറിക്കളയും, ഏത് ഈ മുള്ള്. അപ്പോൾ ഫാഡ് ദേത്ത കീറ, ഫാഡന മീൻസ് കീറ, കിസിക ആരുടെയെങ്കിലും, വർ ബസൻ, ബസൻ മീൻസ് വസ്ത്രനെയാണ് പറയണത്, വർ ബസൻ ഇട്ടിരിക്കുന്ന വസ്ത്രം. പ്യാർ ഡൂബി തിത്ലിയോ കാ പർ കതർ. പ്യാർ ഡൂബി എന്ന് പറഞ്ഞാൽ സ്നേഹം നിറഞ്ഞിരിക്കുന്ന, തിത്ലിയ ബട്ടർഫ്ലൈ. കാ പർ കത്തർ, പർ മീൻസ് വിങ്സ് ഓഫ് ദ ബട്ടർഫ്ലൈസ്. അതുപോലും കത്തർ, കത്തർ മീൻസ് കാട്ടന, അവരുടെ വിങ്സ് ഉണ്ടല്ലോ അതുപോലും മുറിച്ച് കളയും. അതായത് മുള്ളുമ്മ കൊണ്ടു കഴിഞ്ഞാൽ ഈ സ്നേഹം നിറഞ്ഞ ബട്ടർഫ്ലൈസിൻ്റെ വിങ്സ് പോലും മുറിഞ്ഞു പോകും. ഭോർ കാ ഹെ ഭേദ് ദേത്ത ശ്യാമതൻ. ഭോർ നമുക്കറിയാലോ, കറുത്ത കളറിലുള്ള ആ ഒരു വണ്ടുകൾ, തേൻ കുടിക്കാൻ വരുന്ന വണ്ടുകൾ. ഭേദ് ദേത്ത അതായത് അവരെ പോലും ഹേർട്ട് ചെയ്യും. ഭേദ് ദേത്ത മുറിവേൽപ്പിക്കും. ശ്യാമതൻ, ആ ശ്യാം കളറിലുള്ള, തൻ ശ്യാം മീൻസ് ഡാർക്ക് കളറിലുള്ള ശരീരത്തിനെ പോലും വേദനിപ്പിക്കും. ഫൂൽ ലേക്കർ തിത്ലിയോ കോ ഗോദ് മേ. ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ മുള്ളിൻ്റെ സ്വഭാവമായിരുന്നു. ഇനി പറയാൻ പോകുന്നത് ഫ്ലവറിൻ്റെ നല്ല സ്വഭാവമാണ്. അപ്പോൾ ഫൂൾ ലേക്കർ തിത്ലിയോക്കും, അതായത് ഫ്ലവേഴ്സിൻ്റെ മുകളിൽ ഇതേ ബട്ടർഫ്ലൈസ് വന്നിരിക്കുമ്പോൾ, തിത്ലിയ വന്നിരിക്കുമ്പോൾ, ഗോതമേ, ഗോതം എന്ന് പറഞ്ഞാൽ മടിയിലിരുത്തിയ പോലെയാണ്.
അപ്പോൾ ഫ്ലവറിൻ്റെ മുകളിലിരിക്കുമ്പോൾ നമ്മൾ മടിയിൽ നല്ല ഇഷ്ടത്തോടു കൂടി ഇരുത്തണ പോലെയാണ്. ഭൗർ കോ അപ്പന അനൂഠ റസ് പില. അതുപോലെ ഇങ്ങനെ വണ്ടുകൾ വന്ന് തേൻ കുടിക്കാൻ വരുമ്പോൾ അവരെ അനുവദിക്കും, ഈ മീഠ റസ് കുടിക്കാൻ അനുവദിക്കും. നിജ സുഗന്ധോ ഔ നിറാലെ രംഗ് സേ. നിജ സുഗന്ധം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലവേഴ്സിന് സ്വന്തമായിട്ടുള്ളൊരു സുഗന്ധമുണ്ട്. മാത്രമല്ല നിറാലെ റംഗ്, ഭയങ്കര കുറേ കളർഫുള്ളായിട്ടുള്ള കളേഴ്സും ഉണ്ട് ഈ രണ്ടുമുള്ള ഫ്ലവേഴ്സ്. ഹേ സദാ ദേത്ത കലി ജി കി ഖില. മീൻസ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിന് സന്തോഷം തോന്നും. സദാ ദേത്ത ഓൾവേസ്, സദാ മീൻസ് ഓൾവേസ് തരും. എന്ത് കലി ജി കി ഖില എന്ന് പറഞ്ഞാൽ മനസ്സ് സന്തോഷിപ്പിക്കും. ജി മീൻസ് മനസ്സ്, അതൊരു പ്രോവർബ് പോലെയാണ്. കലി ഖില മീൻസ് മനസ്സ് സന്തോഷിക്കുമ്പോൾ പറയണതാണ്. അതായത് നമ്മൾ ഈ കളർഫുൾ ഫ്ലവേഴ്സും അതിൻ്റെ സുഗന്ധമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിന് സന്തോഷം തോന്നും. ഹേ ഖട്ടക്ത ഏക് സബ് കി ആँख में. ഈ സ്റ്റാൻസർ ലാസ്റ്റ് സ്റ്റാൻസറിലാണ് കവി എന്താ പറയാൻ ഉദ്ദേശിക്കുക എന്നുള്ള കാര്യം പറയുന്നത്. മുള്ളിൻ്റെ ആ ക്യാരക്ടർ കാരണം ഒരാളും ആ മുള്ളിനെ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് പറയുന്നത്. ഖട്ടക്ത മീൻസ് ഇറിറ്റേറ്റിംഗ് ആണ്. ആँख में കണ്ണിൽ. അപ്പോൾ ഈ മുള്ള് കണ്ണിലൊരു ഇറിറ്റേറ്റ് ചെയ്യുന്ന സാധനം പോലെയാണ് അവർ ഉപമിച്ച് പറയുന്നത്. ദാറ്റ് മീൻസ് കാണ്ട ഒരാൾക്കും ഇഷ്ടമല്ല. ദൂസറ ഹേ സോഹത്ത സുർ ശീഷ് പർ. ദൂസറ മീൻസ് രണ്ടാമത്തെ ഫ്ലവറിനെ കുറിച്ചാണ്. സുർ ശീഷ് പർ, സുർ മീൻസ് ഭഗവാൻ, ശീഷ് പർ തലയിൽ. സോഹത്ത നമ്മൾ ഭഗവാനെ സമർപ്പിക്കുക. അപ്പോൾ രണ്ടാമത്തെ സാധനമായ ഫ്ലവർ നമ്മൾ ഏറ്റവും പുണ്യകർമ്മമായ ദൈവത്തിന് അർപ്പിക്കുക, ദൈവത്തിന് മുകളിൽ ഇങ്ങനെ വയ്ക്കുമല്ലോ, ആ കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്. അത്രയ്ക്കും പവിത്രമാണ്. കിസ് തര കുൽ കി ബടായി കാം ദേ ജോ കിസി മേ ഹോ ബടപ്പൻ കി കസർ. കിസ് തര എങ്ങനെയാണ് കുൽക്കി ബടായി. കുൽക്കി ബടായി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള മഹത്വം. ബടായി കാം ദേ, കാം കാര്യമുള്ളത്. അതായത് നമുക്ക് എന്തോരം നമ്മൾക്ക് നമ്മുടെ ആൻസിസ്ട്രലായിട്ടുള്ള ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ വാല്യൂ, അതായത് ഒരാളുടെ ഹൈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അത് നമുക്ക് ഉപയോഗപ്പെടുന്നത്. അഥവാ കിസി മേ ആരുടെയെങ്കിലും, ബടപ്പൻ കി കസർ, കസർ മീൻസ് കുറവ്, ബടപ്പൻ മീൻസ് നൊബിലിറ്റി അല്ലെങ്കിൽ നല്ല ഗുണങ്ങൾ, അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ടുള്ളതൊന്നും ഒരു കാര്യവുമില്ല. അതായത് ഒരു മനുഷ്യൻ നല്ല വലിയ ഒരു കുടുംബ പാരമ്പര്യമുള്ള വീട്ടിൽ ജനിച്ചിട്ട് കാര്യമൊന്നുമില്ല. അഥവാ അയാൾക്ക് നല്ല ക്യാരക്ടർ അല്ല എന്നുണ്ടെങ്കിൽ, ബടപ്പൻ കി കസർ അതായത് ക്യാരക്ടർലെസ് ആണെങ്കിൽ, നിങ്ങൾ എത്ര നല്ല വീട്ടിൽ ജനിച്ചാലും നിങ്ങളുടെ ക്യാരക്ടർ നല്ലതല്ലെങ്കിൽ നിങ്ങളെ കുറ്റേ പറയൂ ആൾക്കാർ, നല്ലത് പറയില്ല. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ കർമ്മമാണ് വലുത്. പൂവും മുള്ളും പോലെ തന്നെ സിറ്റുവേഷൻസ് എല്ലാം ഒരുപോലെ ആയാലും പല തരത്തിലാണ് ആൾക്കാരുള്ളത്. അപ്പോൾ നല്ലത് ചെയ്താൽ എല്ലാവർക്കും അട്രാക്റ്റീവ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ആരും അടുത്തേക്ക് വരില്ല. ഇറ്റ് ഈസ് റിട്ടൺ ബൈ അയോധ്യായ സിംഗ് ഉപാധ്യായ ഹരി ഔദ്. ഇനി നമുക്ക് കവി പരിചയം നോക്കാം. उठो लाल अब आँखें खोलो, पानी लाई हूँ मुँह धो लो बचपन में. യഹ പ്യാരി കവിത ആപ്നെ ഭി പഠി ഹോഗി. ഈ പറഞ്ഞിരിക്കുന്ന കവിതയൊക്കെ നിങ്ങളും ചെറുപ്പത്തിൽ പഠിച്ചു കാണും എന്നാണ്. ഇതൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മുടെ അയോധ്യായ സിംഗ് ഉപാധ്യായ ആണ്. ഫൂൽ ഓർ കാണ്ട എഴുതിയിരിക്കുന്നതും അങ്ങേര് തന്നെയാണ്. ബച്ചോ കെ ലിയെ ഉन्होंने അനേക റോച്ചക് കവിതാएं ലിഖി ഹെ. ഒരുപാട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കവിതകൾ എഴുതിയിട്ടുണ്ട്. ഉൻകാ ജന്മ ആജംഗഡ് ഉത്തർപ്രദേശ് മേ ഹുവാ ഥാ. ഉത്തർപ്രദേശിൽ ആജംഗഡ് എന്ന സ്ഥലത്താണ് അങ്ങേരുടെ ജനനം ഉണ്ടായിരിക്കുന്നത്. പിന്നെ പ്രിയപ്രവാസ് എന്ന് പറഞ്ഞ ഒരു കാവ്യമാണ് ആളുടെ മഹാകാവ്യം. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും എഴുതിയിട്ടുണ്ട്. ചന്ദ് ഖിലോനെ, ഖേൽ തമാശ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടായിട്ട് എഴുതിയിരിക്കുന്നതാണ്. സോ ഹീ ഈസ് എ ഫേമസ് പോയറ്റ് ആസ് വെൽ ആസ് ഫേമസ് റൈറ്റർ ഓൾസോ. ഫോട്ടോ നോക്കി വെച്ചോളൂ, കോമ്പറ്റീഷൻസിലൊക്കെ അങ്ങനെ ചോദിക്കുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 1865 to 1947 ആണ്. ഇനി ഈ ചാപ്റ്ററിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് MCQs ചോദിക്കാം. അത് നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്തു. आंसर इन 5 सेकेंड्स. फूल और कांटा कविता में कौन से भाव मुख्य रूप से प्रकट होते हैं? घृणा और विद्रोह, कोमलता और कठोरता, क्रोध और प्रतिशोध, मोह और लालच. Pause the video and give the answer. The right answer is कोमलता and कठोरता.
नेक्स्ट क्वेश्चन, कविता में फूल किस स्वभाव का प्रतीक है? कठोर और क्रोधी, कोमल और सुंदरता, चंचल और अस्थिर, उदास और निराश। आंसर इज कोमल और सुंदरता। फूल और कांटे का जन्म कहाँ होता है? अलग अलग पौधे पर, एक ही पौधे पर, मिट्टी में अलग अलग और अलग अलग स्थानों पर। आंसर है एक ही पौधे पर। नेक्स्ट क्वेश्चन, कांटे का स्वभाव कैसे बताया गया है? कोमल और सुगंधित, सहनशील और सभ्य, शांत और सरल, कठोर और चुभने वाला। सो द आंसर इज कठोर और चुभने वाला। लास्ट क्वेश्चन, कांटा किसका प्रतीक है? दुष्ट प्रवृत्ति, प्रेम, सज्जनता, संतुलन। आंसर इज दुष्ट प्रवृत्ति। So we are going to wind up and we'll see in the next video. Bye bye.